Okay, hello dears. So in today's class we will be discussing about gelatinization, its properties to be exact. Last class നമ്മൾ gelatinization എന്താണെന്ന് പറഞ്ഞു, വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഇറ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് gelatinization. ജലാറ്റിനൈസേഷൻ എന്താ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ മോളിക്യൂൾസാണ് സ്റ്റാർച്ച് ഗ്രാനുകളിൽ ഉണ്ടാകുക. ഇതിൻ്റെ ഉള്ളിലോട്ട് വാട്ടർ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് പെനട്രേറ്റ് ചെയ്തിട്ട് അത് സ്വെല്ലപ്പ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻ ഷോർട്ട് ജലാറ്റിനൈസേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഓവർ എ സ്പെസിഫിക് ടെമ്പറേച്ചർ. അതിനെ പറ്റി നമ്മളിനി പറയുന്നത് കേട്ടോ. അപ്പം യൂഷ്വലി ഒരു സ്റ്റാർച്ച് മിക്സ്ചർ തിക്കൻ ചെയ്യണത് 70 ഡിഗ്രി സെൽഷ്യസ് ടു 88 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടിയിലാണ്. ബട്ട് അപ്പോഴും കംപ്ലീറ്റ് ജലാറ്റിനൈസേഷൻ ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല. യൂഷ്വലി കംപ്ലീറ്റ് ആകുന്നത് വെൻ ഇറ്റ് ഈസ് നിയർ ടു ദി ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, ബോയിൽ ആകണ്ട, ബട്ട് അറൗണ്ട് ദി ബോയിലിംഗ് പോയിൻ്റ് എത്തുമ്പോഴാണ് അത് ജലാറ്റിനൈസേഷൻ കംപ്ലീറ്റ് ആകുക. ആൻഡ് ഹിയർ ദി സ്റ്റാർച്ച് അണ്ടർഗോസ് the temperature at which gelatinization occurs is called gelatinization temperature. Okay, so ഒരു പ്രോപ്പർ ആയിട്ടൊരു gelatinization temperature ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ടു ദി ടൈപ്പ് ഓഫ് ദി സ്റ്റാർച്ച്. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ച് ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ആണോ അതേപോലെ അതിലുള്ള സ്റ്റാർച്ച് ഗ്രാന്യൂൾസിൻ്റെ സൈസിനനുസരിച്ച് ഇതിൻ്റെ ജലാറ്റിനൈസേഷൻ ടെമ്പറേച്ചർ മാറും. സോ അതൊരു ഇൻഡെക്സ് പോലെ ഉൾപ്പെടെ യൂസ് ചെയ്യാൻ പറ്റും. ഓരോ ടൈപ്പ് സ്റ്റാർച്ചിനും ഓരോ ടെമ്പറേച്ചറാണ്. ഏത് ടെമ്പറേച്ചറിലാണോ തന്ന സ്റ്റാർച്ച് ജലാറ്റിനൈസ് ചെയ്യുന്നത് ആ ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് അതേത് ടൈപ്പ് സ്റ്റാർച്ചാണൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പല ടൈപ്പ് ഓഫ് ഗ്രെയിൻസ് ഉണ്ട്. ഇപ്പോൾ പൊട്ടാറ്റോയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലാർജർ സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻസ് വരുന്നത്. പിന്നെ ടാപ്പിയോക്ക കോണൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഡിക്രീസ് ആവുന്നുണ്ട് സൈസ്. അപ്പം ലാർജർ ഗ്രെയിൻസ് സ്വെൽ അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് ജലാറ്റിനൈസേഷൻ നടക്കുക. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി സൈസ് ആൻഡ് ടെമ്പറേച്ചർ. ആൻഡ് ഹിയർ ഫോർ എക്സാമ്പിൾ പൊട്ടാറ്റോ പോലത്തെ ലാർജർ സ്റ്റാർച്ച് സൈസ് ഉള്ളവർക്കൊക്കെ ലോവർ ടെമ്പറേച്ചറിലാണ് ജലാറ്റിനൈസേഷൻ നടക്കുക. ഓക്കെ, ഹയർ ടെമ്പറേച്ചറിലല്ല. ആൻഡ് ഇനി യൂഷ്വലി അത് ഏത് സ്റ്റാർച്ച് ആവട്ടെ യൂഷ്വലി കംപ്ലീറ്റ് ആവുന്നത് ഒരു 88 ടു 92 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടിയിലാണ്. ആൻഡ് ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ദി വെറൈറ്റി ആൻഡ് സ്റ്റോറേജ് കണ്ടീഷൻസ്. ഓൾസോ ഈ വിസ്കോസിറ്റിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതും ഈസ് ഓൾസോ ഹാപ്പൻസ് ഡ്യൂ ടു ദി സ്റ്റാർച്ച് ഗ്രാനുവൽസ് ബമ്പിങ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഓക്കെ, ഈ സ്റ്റാർച്ച് ഗ്രാനുവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർച്ച് യൂഷ്വലി അടിഞ്ഞു കൂടുന്നതിന് പകരം ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി അക്വയർ ചെയ്തിട്ട് അത് മൂവ്മെൻറ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഓക്കെ, സോ ദിസ് ബംപ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, ദിസ് bumping and the complete mixing of the starch granules causes the trapping of water and it inhibits the flow. Okay, ആ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഉള്ള വാട്ടറൊക്കെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ഫ്ലോ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. ദിസ് കോസസ് ദി ഫ്ലൂയിഡ് ടു ബിക്കം മോർ വിസ്കസ്. ഓക്കെ, ഒന്നുകൂടി തിക്കാവാൻ ഇത് കാരണക്കാരാവും. ആൻഡ് വൺസ് ആ ഒരു മിക്സ്ചർ ജലാറ്റിനൈസേഷൻ ടെമ്പറേച്ചർ റീച്ച് ചെയ്താൽ ആ ഒരു ടെമ്പറേച്ചർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഹെൽഡ് ഇറ്റ് ദാറ്റ് ടെമ്പറേച്ചർ സോ ദാറ്റ് ദി ഒരു അൺകുക്കഡ് ആയിട്ടുള്ള പച്ച സ്റ്റാർച്ച് പൗഡറിൻ്റെ അല്ലെങ്കിൽ ഫ്ലോറിൻ്റെ ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുക. നമുക്കത് കൂടുതലൊക്കെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ മാവ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ സെയിം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് ഹീറ്റിംഗ് എക്സ്ട്രാ. ഓക്കെ, ഓവർ ഹീറ്റ് ചെയ്യുന്നതിന് പകരം അത് ഉള്ള ടെമ്പറേച്ചറിൽ കുറച്ച് നേരം മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കണം ചെയ്യുക, ആ മാവ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ, എന്നാലേ ആ സ്റ്റാർച്ച് പ്രോപ്പർലി കുക്കാവുള്ളൂ. ഓക്കെ, സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ആൻഡ് വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ജലാറ്റിനൈസ്ഡ് അത് സ്റ്റിർ ചെയ്യാണ് എന്താ പറയുക നെസസറി ആണ്. ആൻഡ് ബിക്കോസ് ആ ഒരു സ്റ്റിറിങ്ങിൽ എന്ത് വരാം, ആ സ്വെൽ ചെയ്തിട്ടുള്ള ഗ്രാനുവൽസ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ആൻഡ് ദിസ് മേ കോസ് ദി മിക്സ്ചർ ടു ബിക്കം തിൻ മീൻസ് വിസ്കോസിറ്റി കുറയാനൊരു കാരണക്കാരാവും അത്. ഓക്കെ, കാരണം സൊള്ളനായിട്ടുള്ള സാധനം പൊട്ടിപ്പോയാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ വിസ്കോസിറ്റി കുറയും. പിന്നെ അത് കൂടാണ്ട് ആ സ്റ്റാർച്ച് മിക്സ്ചർ നമ്മൾ പിന്നെ കൂൾ ചെയ്യുന്നതിനനുസരിച്ച് ആ ജെല്ലിൻ്റെ സ്റ്റിഫ്നെസ് കൂടും, ലൈക്ക് ഇൻ പുഡിങ്സ്. ദിസ് ഈസ് ബിക്കോസ് ദ കൈനറ്റിക് എനർജി ഡിക്രീസസ് ആൻഡ് ദി മോളിക്യൂൾസ് റീഅസോസിയേറ്റ് മോർ ക്ലോസ്ലി. റീഅസോസിയേറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമൈലോസും അമൈലോപെക്റ്റിനൊക്കെ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഒന്നും കൂടി അടിഞ്ഞുകൂടി ഒന്നും കൂടി റീഅസോസിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്ലോസർ ബോൺസൊക്കെ തമ്മിലുള്ള മോളിക്യൂൾസിനായിട്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി സ്റ്റിഫായിട്ടുള്ള ജെല്ല് ഫോം ചെയ്യാണ് ചെയ്യുക. ആൻഡ് ബസ്മതി റൈസിൻ്റെ കേസിൽ ഹയർ അമൈലോസ് കണ്ടൻറ്റ് ഉണ്ടോ, അതുകൊണ്ട് തന്നെ ദി സ്റ്റാർച്ച് ഗ്രാനുവൽസ് ജലാറ്റിനൈസ് പ്രോപ്പർലി ഡ്യൂറിങ് കുക്കിംഗ് ആൻഡ് റീഅസോസിയേറ്റഡ് ഇൻ ആൻ ഓർഡർലി മാനർ
ഓൺ കൂളിംഗ്. ഓക്കെ, ഒരു 3D സ്ട്രക്ചറായിട്ട്, പ്രോപ്പർ സ്ട്രക്ചറായിട്ട്, ഓർഡേർഡ് ഒരു മാനറിലാണ് പിന്നെ അത് ഒതുങ്ങി കിടക്കുക. അതുകൊണ്ട് തന്നെ ഒന്നും കൂടിയും ഷേപ്പ്ഡായിട്ടായിരിക്കും ഇതുണ്ടാകുക ബസ്മതി റൈസ് കമ്പയർഡ് ടു നോർമൽ റൈസ്. അത് ആണല്ലോ അങ്ങനെ ഓൾറെഡി. ദേ ആർ യൂഷ്വലി സോഫ്റ്റ് ആൻഡ് ലെസ് സ്റ്റിക്കി കമ്പയർഡ് ടു നോർമൽ റൈസ്. ഓൾസോ ഇറ്റ് ഹാസ് എ പ്ലസൻറ്റ് അരോമ ആൻഡ് ഒരു ലീനിയർ ഷേപ്പ്, ഒരു ലോങ്ഡ് കേർണൽ ഷേപ്പാണ് ഉള്ളത് ബസ്മതി റൈസിന്. ഇതാണ് അതിൻ്റെ കാരണം. അമേലോസ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ഒന്നും കൂടി വൃത്തിക്ക് അത് ഓർഡറായിട്ട് അടിഞ്ഞുകൂടി റീഅസോസിയേറ്റ് ചെയ്ത് കിടക്കും. അങ്ങനെയാണ് അതിൻ്റെ ജലാറ്റിനൈസേഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് മോർ പ്രിഫേർഡ് ടെക്സ്ചർ വൈസ് ഓൾസോ. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജലാറ്റിനൈസേഷൻ ആണ്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ ആൻഡ് ടൈം ഓഫ് ദി ഹീറ്റിംഗ്. യൂഷ്വലി സ്റ്റാർച്ച് പേസ്റ്റുകളൊക്കെ ഒന്നും കൂടിയും പെട്ടെന്ന് ബോയിലിംഗ് ടെമ്പറേച്ചർക്ക് വരുന്നതാണ് ഒന്നും കൂടിയും ബെറ്റർ. ആൻഡ് കോൺസ്റ്റൻ്റ്ലി സ്റ്റിർ ചെയ്യുമ്പോഴും ചെയ്യും വേണം, സിമ്മർ ചെയ്യണം ഓൾസോ ഫോർ ഓൾമോസ്റ്റ് 1 minute. ഓക്കെ, അപ്പം കെയർഫുള്ളി കൺട്രോൾഡ് കണ്ടീഷൻസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റാപ്പിഡ്ലി ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യൽ. ബിക്കോസ് ഒന്നും കൂടി തിക്കറായിട്ടുള്ള സിമിലർ പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, ഇഫ് ഇറ്റ് വാസ് ഹീറ്റഡ് സ്ലോലി ഒന്നും കൂടി ലൂസായിട്ടുള്ള പേസ്റ്റാണ് കിട്ടുക. ഇനി പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റാർച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാർച്ചിൻ്റെ ഗ്രാന്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഹയർ വിസ്കോസിറ്റി ഉണ്ടാവും. നേരെ മറിച്ച് ലെസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് മിക്സ്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര വിസ്കസ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആവില്ല കിട്ടുക. ബിക്കോസ് ഇവിടെ നടക്കണം എന്താ വെച്ചാൽ ലാർജർ നമ്പർ ഓഫ് ഗ്രാന്യൂൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജസിൽ ജലാറ്റിനൈസേഷൻ്റെ ഏർലി സ്റ്റേജസിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് സ്വെല്ല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് തിക്കാവുന്നത്. ഓക്കെ, സോ this also depends according to the type of starch, okay, and the temperature range, and അതുപോലെ സ്റ്റാർച്ച് കോൺസെൻട്രേഷനും ഇതുകൊണ്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ഇനിയുള്ളതാണ് ടൈപ്പ് ഓഫ് സ്റ്റാർച്ച്. ഓരോ സ്റ്റാർച്ചും തിക്കനിങ് പവറിൽ വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ വീറ്റ് സ്റ്റാർച്ചൊക്കെ ജലാറ്റിനൈസ് ഏർലിയർ കമ്പയർഡ് ടു ദി സ്റ്റാർച്ചസ് ഓഫ് റൈസ്, സോർഗം ആൻഡ് കോൺ സ്റ്റാർച്ച്. ഓക്കെ, ഈ കോൺ സ്റ്റാർച്ചും സോർഗമൊക്കെ ഒരു ഒപ്പേക്ക് പേസ്റ്റ് പോലെയുള്ള സാധനമാണ്. ഒപ്പിക് മീൻസ് കംപ്ലീറ്റ്ലി വൈറ്റിഷ് ആയിട്ടുള്ള ഒരു പേസ്റ്റ്, അല്ലെങ്കിൽ ഒരു കലക്ക് പോലത്തെ സാധനമല്ല, പക്ക ഒരു പേസ്റ്റ് പോലെ കാണും. ഹയർ വിസ്കോസിറ്റിയാണ് കമ്പയർഡ് ടു വീറ്റ് സ്റ്റാർച്ച് അറ്റ് ദി സെയിം കോൺസെൻട്രേഷൻ. കോൺ സ്റ്റാർച്ച് വാക്സി ആവാറുണ്ട് ബിക്കോസ് ഡ്യൂ ടു മോർ അമേലോപെക്റ്റിൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഫോം എ ജെൽ. ഓക്കെ, കോൺ സ്റ്റാർച്ച് നമുക്കറിയാം സോസ് ഉണ്ടാക്കാനൊക്കെയാണ് യൂസ് ചെയ്യില്ല, അത് ജെല്ല് ഒരിക്കലും ഫോം ചെയ്യില്ല. കുറച്ചുകൂടി വാക്സിയാണ്, ഒരു പേസ്റ്റ് പോലെ ഉണ്ടാകാറുള്ളൂ. ആൻഡ് ഇറ്റ് ഓൾസോ ബിക്കം ക്ലിയർ ബിക്കോസ് ഓഫ് ദി ലോ അമീലോസ്. അതുകൊണ്ടാണ് ഈ കോൺ സ്റ്റാർച്ച് അടിഞ്ഞു കൂടിയാൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ മേലെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഫ്ലോർ ദാറ്റ് ഹാസ് ബീൻ ബ്രൗൺഡ് ഹാസ് ലെസ് തിക്കനിങ് പവർ. എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വറുത്തിട്ടുള്ള പൊടികൾ ഫ്ലോറൊക്കെ ഒന്നും കൂടി ബ്രൗണിങ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ തിക്കനിങ് പവർ ഒന്നും കൂടി കുറവായിരിക്കും. because the starch molecules has degraded into dextrins. And agitation or stirring അതേപോലെ gelatinization affect ചെയ്യുന്നുണ്ട്. Stirring while cooking a starch mixture is desirable at early stages to obtain a uniform consistency. Okay, ഈ യൂണിഫോം തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. ബട്ട് ഇഫ് ദി അജിറ്റേഷൻ ഇസ് ടു ഇൻറ്റൻസ് ഓർ ടു ലോങ് ടൈമിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് സ്റ്റാർച്ച് ബ്രേക്ക് ഡൗൺ ആണ് നടക്കുക. ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദി വിസ്കോസിറ്റി. ആ തിക്കാണെങ്കിൽ പകരം ഒന്നുകൂടി ലൂസായി വരാണ് ചെയ്യുക. ഓൾസോ ഇറ്റ് ഗിവ്സ് എ പേസ്റ്റി ഫീൽ ടു ദി മൗത്ത്. ആൻഡ് ഇനി വരുന്നത് അഡീഷൻ ഓഫ് അതർ ഇൻഗ്രീഡിയൻസ് ആണ്. ഷുഗറൊക്കെ ആഡ് ചെയ്താൽ ഇറ്റ് ഡിക്രീസസ് ദ തിക്നെസ് ഓഫ് ദി കുക്ക്ഡ് പ്രൊഡക്റ്റ് ബിക്കോസ് ഇറ്റ് ലിമിറ്റ്സ് ദ സ്വെല്ലിംഗ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആൻഡ് വൈൽ കമ്പീറ്റിംഗ് വിത്ത് ദം ഫോർ ദി വാട്ടർ. ഓക്കെ, ഷുഗറൊക്കെ പറയുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്ന സാധനമാണ്. ഇത് വാട്ടറിന് ഏറ്റവും സ്വെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഇത് കമ്പീറ്റ് ചെയ്യും. കോമ്പറ്റീഷൻ പോലെ ചെയ്തിട്ട് ആ സ്റ്റാർച്ച് ഗ്രാനുൾസിൻ്റെ സ്വെല്ലിങ്ങിനെ അത് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഇൻ്റർഫിയർ ആണ് ചെയ്യുന്നത്. ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി സ്റ്റാർച്ച് ഗ്രെയിൻ ബിഗിൻസ് ടു ജലാറ്റിനൈസ്. ഓക്കെ, ജലാറ്റിനൈസേഷൻ ടെമ്പറേച്ചർ കൂട്ടും ചെയ്യും. ഇറ്റ് ഓൾസോ മേക്സ് ദി സോൾഡൻ ഗ്രാനുൾസ് മോർ റെസിസ്റ്റൻറ്റ് ടു മെക്കാനിക്കൽ റപ്ചർ. എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഗ്രാനുൾസ് ഒരു ലിമിറ്റ് വരെ സ്വെൽ ചെയ്താൽ പിന്നെ അത് പൊട്ടിപ്പോവാണ് ചെയ്യുക. ഓക്കെ, അപ്പം ജലാറ്റിനൈസേഷന് ശേഷം അത് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കുറക്കുന്നതുകൊണ്ട് ഓക്കെ ഇറ്റ് മേക്സ് മോർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഗ്രാനുൾസാണ് ഉണ്ടാകുക. അപ്പം ഇത് കാരണം കൊണ്ട് കുക്ക്ഡ് സ്റ്റാർച്ച് മിക്സ്ചേഴ്സ് ഹെൻസ് ബിക്കംസ് തിൻ ഡ്യൂ ടു ദി അഡീഷൻ ഓഫ് ഫ്രൂട്ട്സ്. ഓക്കെ, ഫ്രൂട്ട്സിലൊക്കെയാണ് ഷുഗേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇനി ആസിഡ് ആഡ് ചെയ്താൽ ഫോർ എക്സാമ്പിൾ വിനെഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസൊക്കെ തരത്തിലുള്ള ആസിഡ്സ് നമ്മൾ ആഡ് ചെയ്യും. ഇത് ഹോട്ട് സ്റ്റാർച്ച് പേസ്റ്റിൻ്റെ തിക്നെസ് കുറക്കും. അതേപോലെ അതിൻ്റെ കൂൾ ചെയ്താൽ ചില ആ
സ്റ്റാർച്ച് പേസ്റ്റ് തണുത്താൽ അതിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഫേംനെസ്സും കുറക്കുന്നുണ്ട്. തിക്കാവണതിന് പകരം ലൂസായി പോകും തണുക്കണതിനനുസരിച്ച്. ഓക്കെ, അതേപോലെ ഇതിന് കാരണം എന്താ വെച്ചാൽ സോൾവെൻറ്റ് ഗ്രാനുവൽസിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നുണ്ട്, പ്ലസ് ഹൈഡ്രോളിസിസും നടക്കുന്നുണ്ട്. ഓക്കെ, ഡീഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ട് സ്റ്റാർച്ച് ഗ്രാനുവൽസ്. ഇനി ആസിഡ്സ് ആൻഡ് ഹീറ്റ് കാറ്റലൈസ് ദി ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ടു ടെക്സ്റ്റിൻസ്. ഈ സ്വെല്ലിങ്ങിന് പകരം ഉള്ള സ്റ്റാർച്ച് ഡീഗ്രേഡ് ചെയ്ത് ടെക്സ്റ്റിൻ ആകാണ് ചെയ്യുക, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ഗിവൺ അലോങ് വിത്ത് ദി ഹീറ്റ്. ഇനി ആസിഡ് ഹൈഡ്രോലൈസിസ് സ്റ്റാർച്ചൊക്കെ ബോയിൽ ചെയ്യുമ്പോൾ അത് ലോവർ ടെമ്പറേച്ചറിലാണ് ഹൈഡ്രേറ്റ് ചെയ്യുക. ആൻഡ് ഒരു അൺമോഡിഫൈഡ് സ്റ്റാർച്ചിന് വെച്ച് നോക്കുമ്പോൾ ഈ ഹൈഡ്രേഷൻ നടക്കുന്നത് ലോവർ ടെമ്പറേച്ചറിലാണ്. ആസിഡ് തിന്നഡ് സ്റ്റാർച്ചൊക്കെ ആകുമ്പോൾ അത് കൺഫെക്ഷനറി ഇൻഡസ്ട്രിയിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഒന്നും കൂടിയും സ്മൂത്തായിട്ടുള്ള സ്റ്റാർച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഈ സ്റ്റാർച്ച് പേസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആസിഡിൻ്റെ എഫക്റ്റ് കുറക്കാനും പറ്റുന്നുണ്ട്, ഒരു പരിധി വരെ എതിർക്കാൻ പറ്റും. ബിക്കോസ് ഷുഗർ ലിമിറ്റ്സ് ദി സ്വെല്ലിംഗ് ഓഫ് സ്റ്റാർച്ച് ഗ്രാനുൾസ് ആൻഡ് ദി സ്റ്റാർച്ച് മോളിക്യൂൾസ് ആർ ഹെൻസ് നോട്ട് അവൈലബിൾ ഫോർ ദി ആസിഡ് ഹൈഡ്രോളിസിസ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ആസിഡിൻ്റെ എഫക്റ്റ് ഷുഗർ വെച്ചിട്ട് കുറക്കുന്നത്. അപ്പം ലൈം ജ്യൂസൊക്കെ ഈ സ്റ്റാർച്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആഡ് ചെയ്തിട്ട് ആ ആസിഡ് കോണ്ടാക്റ്റ് ലിമിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഫാറ്റും പ്രോട്ടീനൊക്കെ ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ സ്റ്റാർച്ച് ഗ്രാനുവൽസിൽ ഫാറ്റും പ്രോട്ടീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഗ്രാനുവൽസിന് കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്വെല്ലിങ് കുറക്കുക, അതേപോലെ ഹൈഡ്രേഷൻ കുറക്കും, പ്ലസ് ഈ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയി മാറുന്നതിൻ്റെ റേറ്റൊക്കെ കുറക്കും ആ കോട്ടിങ് കൊടുത്തിട്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും സ്റ്റാർച്ച് ഗ്രാനുവൽ കോട്ട് ചെയ്യുമ്പോൾ വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാകില്ല, അവിടെ കോട്ടിങ് ഒരു ബാരിയർ വന്നുകൊണ്ട്. ഇനി വരുന്നതാണ് ബാക്കിയുള്ള പാർട്ടാണ് നമ്മളെ ജലേഷൻ വെച്ചാൽ ജലാറ്റിനൈസേഷൻ നെക്സ്റ്റ് സ്റ്റേജസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ പറഞ്ഞത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജലാറ്റിനൈസേഷൻ അതിൽ ടെമ്പറേച്ചർ പറഞ്ഞു, ജലാറ്റിനൈസേഷൻ ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞു, പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റാർച്ച്, ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ഇതിനനുസരിച്ചിരിക്കും, അജിറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റിറിങ്ങിനനുസരിച്ച് ജലാറ്റിനൈസേഷനിൽ ചേഞ്ചസ് വരും. ഓൾസോ അക്കോർഡിംഗ് ടു ദി അതർ ഇൻഗ്രീഡിയൻറ്റ്, ഷുഗർ ആകുമ്പോൾ അവിടെ വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് സ്വെല്ലിങ് ലിമിറ്റ് ചെയ്യാണ് ചെയ്യുക. ആസിഡ് ആകുമ്പോൾ അവിടെ ഡീഗ്രഡേഷൻ നടക്കും സ്റ്റാർച്ച് ഇൻസ്റ്റെഡ് ഓഫ് സ്വെല്ലിങ്, ബട്ട് ഷുഗർ ക്യാൻ ലിമിറ്റ് ദി ആക്ട് ഓഫ് ദി ആസിഡ്സ്. ഓക്കെ, ആൻഡ് ഫാറ്റ്സും പ്രോട്ടീൻസ് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു ഗ്രാനുവൽസ് കോട്ട് ചെയ്യണ പ്രശ്നം വരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. സോ